+2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മളുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ്. 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് ബ്രേക്കിംഗ് ദ സൈലൻസ്. ബ്രേക്കിംഗ് ദ സൈലൻസ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ യൂണിറ്റുകളിൽ തുടർന്ന് വരുന്ന പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ലഭിക്കും. നിശബ്ദതയുടെ ഭഞ്ജനം. നിശബ്ദമായിരിക്കുന്നതിന് ആ നിശബ്ദതയെ ലംഘിക്കുക, നിശബ്ദതയെ ഭഞ്ജിക്കുക. അത് ശബ്ദിക്കാൻ കഴിയാത്ത നിശബ്ദമായിരിക്കുന്നവർ നിശബ്ദത ഭേദിച്ച് അവരുടെ കാര്യങ്ങൾ വ്യക്തമായി ഉച്ചത്തിൽ പറയുക എന്നുള്ളതിൻ്റെ ഉച്ചത്തിൽ പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞവരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. തൻ്റെ വിഷമതകളെല്ലാം തന്നെ സഹിച്ചുകൊണ്ടും സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങളും മറ്റു തരത്തിലുള്ള അവഗണനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർശ്വവൽക്കരികൾക്കുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിശബ്ദമായിരിക്കുന്നൊരു ജനത, നിശബ്ദമായിരിക്കുന്നൊരു വിഭാഗം മനുഷ്യർ തൻ്റെ ശബ്ദം ഉയർത്തി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഈ നിശബ്ദതയെ ഭഞ്ജിച്ച് അല്ലെങ്കിൽ നിശബ്ദതയെ ബ്രേക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പറയുന്ന ഇതാണ് നമ്മൾ ഈ അടുത്ത് പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ. അപ്പം അതിൽ നമ്മൾ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് How I taught my grandmother to read. Memoir written by Sudha Murthy. And another one is Remember Me, a poem written by Alice Walker. Mother's Day is a one-act play written by ജോൺ ബോയ്ട്ടൺ പ്രസ്ലി. ഈ 3 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമായ ബ്രേക്കിംഗ് ദ സൈലൻസിലെ ആദ്യത്തെ ഭാഗമായ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള പാഠഭാഗമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അതിനു മുന്നേ ഈ ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നുള്ള പേര് കൊടുക്കുന്നതിനും ഈ യൂണിറ്റ് പഠിക്കുന്നതിനും ചില ഒബ്ജക്റ്റീവ്സ്, അതായത് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലെത്തേണ്ട ചില മൂല്യങ്ങളുണ്ട്. അപ്പോൾ ആ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ, അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം തുടങ്ങുന്നത് മലാല യൂസഫലി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും മലാല യൂസഫലി. മലാല യൂസഫലി എന്നുള്ളൊരു പാകിസ്ഥാനി പെൺകുട്ടി താലിബാൻ ഭരണകൂടത്തിൻ്റെ നിശിതമായ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രണത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് യാതൊരു ഗുണവുമില്ല, അവരെ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള നിയമം അവിടെ പാസ്സാക്കുകയും ആ നിയമപ്രകാരം അടിച്ചമർത്തപ്പെട്ട ഈ പെൺകുട്ടി ഒരു ആക്ടിവിസ്റ്റായിട്ട് മാറുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പൊതുപ്രവർത്തകയായി മാറുകയാണ്. ആൻ ആക്ടിവിസ്റ്റ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വുമൺ. അതിന്
മലാല യൂസഫലിക്ക് നോബൽ പ്രൈസ് സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, അതായത് ഒന്നാമതായി നിൽക്കുന്ന, അതിനുവേണ്ടി ഒന്നാമതായി പ്രവർത്തിക്കുന്ന ആളാണ് മലാല യൂസഫലി. മലാല യൂസഫലിയുടെ ഒരു വാചകത്തിലൂടെയാണ് നമ്മൾ ഈ പാഠഭാഗം തുടങ്ങുന്നത്. ഐ റൈസ് അപ്പ് മൈ വോയിസ് നോട്ട് സോ ഐ ക്യാൻ ഷൗട്ട് but so that those without a voice can be heard. We cannot succeed when half of us are held back. ഇതിൻ്റെ അർത്ഥം, ഞാൻ എൻ്റെ ശബ്ദം കുറച്ചുയർത്തി, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി, അതിന് എനിക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തിയത് those without a voice can be heard. ഒരു ശബ്ദവും പുറത്തുവിടാൻ കഴിയാത്തവർക്ക്, അടിച്ചമർത്തവർക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. We cannot succeed when half of us are held back. അതിനർത്ഥം ജനസംഖ്യയിലെ പകുതി വരുന്ന സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ പിന്നോട്ട് വലിച്ച്, അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. നോട്ട് സോ ഐ ക്യാൻ ഷൗട്ട് ബട്ട് സോ ദാറ്റ് ദോസ് വിത്ത് എ വോയിസ് ക്യാൻ ബി ഹേർഡ് എന്നുള്ളതാണ് ഈ വാചകം, ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുന്നേ കൊടുത്ത വാചകം. ആ വാചകത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ഈ പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളോട് നടത്തുന്ന വിവേചനത്തെക്കുറിച്ചും മെയിൽ ഷോവനിസത്തെക്കുറിച്ചും പാട്രിയാർക്കൽ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ സ്വയം ശാക്തീകരിച്ച്, വിദ്യാഭ്യാസമില്ലെങ്കിൽ വിദ്യാഭ്യാസം നേടി, ജോലി ചെയ്യാൻ അനുവാദമില്ലെങ്കിൽ പോയി ജോലി ചെയ്ത്, അങ്ങനെ അവർ സ്വയം പര്യാപ്തരാവുന്ന ഒരു അവസ്ഥയാണ് അവരെ എംപവർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹലോ, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? ഓ, ഭാര്യ പ്രസവിച്ചോ? യെസ്. എന്ത് കിട്ടിയാ? ഓ, ചിലവാ. ഓഹോ, ചിലവാണല്ലേ. ശരി എന്ന്. ഓക്കെ. ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന്, ഞാൻ കൃത്രിമമായി സൃഷ്ടിച്ച ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന്, ഫോൺ സംഭാഷണം നിങ്ങൾ പല സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഫോൺസ്. ഭാര്യ പ്രസവിച്ചു, കുട്ടി ആണോ പെണ്ണോ എന്ന് ചോദിക്കുന്നത് ഒരു ലിംഗവിവേചനമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കുട്ടി വരവോ ചെലവോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായും ലിംഗവിവേചനമാണ്. കുട്ടി വരവാ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്, കുട്ടി ചെലവാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയാണ്. അതായത് കുട്ടി ജനിക്കുന്നതോടുകൂടെ തന്നെ അവളുടെ മേലങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. എന്ത്? അവളെ വിദ്യാഭ്യാസം ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് സ്ത്രീധനം കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് പണ്ടം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു പെൺകുട്ടി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ചെലവ് വരുത്തുന്നതിനുള്ള ഒരു സാധനം എന്നുള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് കൊടിയ ചെലവ് വരുത്തുന്നതിനാണ് അവൾ വന്ന് പിറന്നത് എന്നുള്ള ധാരണയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് പറഞ്ഞു കേൾക്കാൻ, അവൾ അടുക്കളപ്പണിയൊക്കെ പഠിക്കട്ടെ, അല്ലെങ്കിൽ മിറ്റടിച്ചു തരാൻ പഠിക്കട്ടെ. നീ ഒരു അന്യ വീട്ടിൽ പോയി താമസിച്ച് പുരുഷന് വേണ്ടിയിട്ട് ആ വീട്ടിൽ വീട്ടമ്മയായി ജോലി ചെയ്യേണ്ട. ആ പെൺകുട്ടിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്നും, ആ പെൺകുട്ടി പഠിക്കേണ്ടതാണെന്നും, ആ കുടുംബത്തെ പോറ്റുന്നതിനും വരുമാനം സൃഷ്ടിക്കുന്നതിനും, അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നതിനും ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ആവശ്യമാണെന്നും എന്നുള്ളതൊക്കെ ഇപ്പം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ സ്വയം വിദ്യാഭ്യാസം, എന്തിനാണ് അധികം അവരെ പഠിപ്പിക്കുന്നത്? അവളെ ഏതോ വീട്ടിൽ പോയി അടുക്കളയിൽ പോയി പണിയെടുക്കാനുള്ളതല്ലേ. പിന്നെ ഇവർ ചെയ്യുന്ന ജോലി, ഇത്തരത്തിലുള്ള ഒരുപാട് ലിംഗവിവേചനം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സാമൂഹികമായ ഇത്തരത്തിലുള്ള ടാബൂസ്, ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾ കൊണ്ട്
അടിച്ചമർത്തപ്പെട്ട സ്ത്രീ വിഭാഗത്തിലെ സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്ന് അവർ സ്വയം പര്യാപ്തരാവുന്ന ഒരവസ്ഥയ്ക്കാണ് വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ യൂണിറ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. വുമൺ എംപവർമെൻറ്റ് മീൻസ് ദ ഇമാൻസിപ്പേഷൻ ഓഫ് വുമൺ ഫ്രം ദി fatal clutches of social, political, economic and gender-based discriminations വിവേചനങ്ങളിൽ നിന്ന്. എന്താണ് വുമൺ എംപവർമെൻ്റ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്നുള്ള മോക്ഷം. എന്തിൽ നിന്നുള്ള മോക്ഷം? ഈ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും ലിംഗപരവുമായ വിവേചനങ്ങളിൽ നിന്ന്, ലിംഗപരവുമായ വിവേചനങ്ങളുടെ മാരകമായ പല്ലിടയിൽ നിന്ന്, ക്ലച്ചസ്, അതിൻ്റെ ആ കൂർത്തുമൂർത്ത ആ പിടുത്തത്തിൽ നിന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്ന മോക്ഷത്തെയാണ് ഇവിടെ എംപവർമെൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ടൂൾ ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ ഏരിയാസ്. ഒരു സമൂഹത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ആവശ്യമായ ബലപ്രദമായ ഒരു ഉപാധിയാണ് ഈ വുമൺ എംപവർമെൻറ്റ്. വുമൺ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ദെയർ വോയിസ് ഹേർഡ്. പെണ്ണുങ്ങൾക്ക് അതിൽ അധികാരമുണ്ട്. അവരുടെ ശബ്ദം ആണുങ്ങളെപ്പോലെ പുറത്ത് കേൾപ്പിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അവരുടെ സംസാരം മറ്റുള്ളവർ കേൾക്കേണ്ടതുണ്ട്. അവരുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കത്തക്ക ഉച്ചത്തിൽ പറയേണ്ട അതിനുള്ള എല്ലാ അവകാശങ്ങൾക്കും സ്ത്രീകൾക്കുണ്ട്. ദിസ് യൂണിറ്റ് ഡെപ്പിക്ട്സ് ദ നീഡ് ഫോർ ദ വുമൺ ക്രിയേഷൻ ഓഫ് എ കൺജീനിയൽ എൻവയോൺമെൻറ്റ് ഫോർ വുമൺ. അതായത് കൺജീനിയൽ എന്ന് പറഞ്ഞാൽ സുഖപ്രദമായ, ആരോഗ്യകരമായ, നല്ല ഒരു തരത്തിലുള്ള സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ യൂണിറ്റുകളിൽ പറയുന്നത്. Where they can make decisions of their own, be confident to claim their rights and thereby live freely with the sense of self-worth, respect and dignity. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും സ്വതന്ത്രമായി ജീവിക്കുന്നതിനും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്നതിനുമുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അത് പുരുഷന്മാർ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. നമ്മളുടെ വിദ്യാർത്ഥികളിൽ സ്ത്രീകളുണ്ട്. ഈ വീട്ടിലുള്ള സ്ത്രീകൾ നമ്മളെ വിദ്യാർത്ഥികളായിട്ടുണ്ട്. വീട്ടമ്മമാരുണ്ടാവാം. ഇവരൊക്കെ ഈ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ ഈ സാക്ഷരതാ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റും. അപ്പോൾ അത്തരം വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ അറ്റംപ്റ്റും നിങ്ങൾ സ്വയം ശാക്തീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആണുങ്ങൾ എന്തുകൊണ്ട് എന്തൊക്കെ ഇതിൽ മനസ്സിലാക്കും? സ്ത്രീ എന്ന് പറഞ്ഞാൽ തുല്യനീതി അർഹതപ്പെട്ടവളാണെന്നും സ്ത്രീക്കും സ്വന്തമായ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ടെന്നും അവൾക്ക് പലതരത്തിലുള്ള സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ടെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടെന്നും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അതുപോലെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ടെന്നും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആണുങ്ങളും നമ്മളെ പഠിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികളും നമ്മൾ മനസ്സിലാക്കണം. ഈ പാഠഭാഗങ്ങൾ കടന്നു പോകുന്നതോടുകൂടി നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ള സ്ത്രീകളെ അടിച്ചമർത്തലും പാർശ്വവൽക്കരിക്കപ്പെടലും സമൂഹത്തിലുള്ളതൊക്കെ മാറാനുള്ളൊരു ഉപാധിയായി നമുക്കിത് മാറും. ഇനി ഈ യൂണിറ്റിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ ആദ്യത്തെ യൂണിറ്റ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. എൻ്റെ ഗ്രാൻഡ് മദറിനെ ഞാൻ എങ്ങനെ വായിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ വേണ്ടി. ഇത് എഴുതിയത് സുധാമൂർത്തി എന്നുള്ള വെൽ നോൺ കന്നഡ റൈറ്ററാണ്, കർണാടകത്തിലെ റൈറ്ററാണ്.
She writes about her attempt to teach her grandmother to read the Kannada alphabet. Do you think she achieved her goal? Would you like to read and enjoy her experience? Read on. It starts like that. Here Sudha Murthy, a famous Kannada writer, born in 1950, a prolific writer in English and Kannada. She writes both in English and Kannada. She has written novels, technical books, travelogues and short stories. She has touched different genres of literature. Genres എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകൾ. അതിൽ ആദ്യം technical books, because she has a degree in computer science and she was a computer science teacher. So she wrote some technical books and travelogues, yatra vivaranangal, and cherukatha, short stories. The story How I Taught My Grandmother to Read is taken from his collection of stories recounting her real life experience as a teacher, social worker and a writer. അവളുടെ സുധാമൂർത്തിയുടെ കഥകളുടെ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് How I Taught My Grandmother to Read. Taken from her collection of stories recounting her real life experience as teacher, social worker and writer. The story reminds us of the importance of simplicity, family love and friendship. Sudha Krishnamurthy ഒരു കമ്പ്യൂട്ടർ വിദഗ്ധയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അത് പിന്നെ സുധാ കൃഷ്ണമൂർത്തി ഒരു ടീച്ചറും കൂടെയാണ്, എൻ്റെ ആക്ടിവിസ്റ്റാണ്. ട്രാവലോഗുകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, ടെക്നിക്കൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. കർണാടകയിലാണ് അവരുടെ ജനനം. അപ്പോൾ ഇതിനെ മെമ്മോർ എന്നാണ് വിളിക്കുന്നത്. മെമ്മോർ. വാട്ട് ഈസ് മെമ്മോർ? മെമ്മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അല്ല, സ്മരണകളല്ല. മെമ്മോർ എന്ന് പറഞ്ഞാൽ പണ്ട് നടന്നിട്ടുള്ളൊരു കാര്യം, നമ്മളെ നേരിട്ട് അനുഭവം, പണ്ട് നടന്നിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരിട്ട് അനുഭവിച്ച പണ്ട് നടന്നിട്ടുള്ളൊരു കാര്യം നമ്മൾ എഴുതുന്നതിനാണ് മെമ്മോർ എന്ന് പറയുന്നത്. An account of an historical event written by a person who has direct knowledge to it. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1990-കളിൽ 89-90-91 കേരളത്തിൽ ഒരു സാക്ഷരതാ പ്രവർത്തനം നടന്നിരുന്നു, സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനം. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു നിരക്ഷരയായ ഒരു സ്ത്രീയെ പഠിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ സ്ത്രീയുടെ ഏറ്റവും വലിയ ആവശ്യം, ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ മകൻ ദുബായിൽ നിന്ന് കത്തെഴുതുന്നത് സ്വന്തമായി വായിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ക്ലാസ്സുകളിൽ കൃത്യമായി പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. പഠിച്ച് ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ കത്ത് സ്വന്തമായി വായിക്കാനുള്ള കഴിവ് ആ ഉമ്മ നേടി. അതൊരു എംപവർമെൻ്റാണ്. ഉമ്മ പേപ്പറുകൾ വായിക്കാൻ തുടങ്ങി. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഉമ്മേനെ കാണുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് മോനെ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പേപ്പറുകളൊക്കെ വായിക്കലുണ്ട് എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ, അത്തരത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങൾ എഴുതുന്നതിനാണ് മെമ്മോർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെമ്മോർ written by Sudha Murthy. His name is How I Taught My Grandmother to Read. ഇത് കാണുന്ന +2 വിദ്യാർത്ഥികൾ, നിങ്ങൾ ഇത് കാണുമ്പം നമുക്ക് തോന്നുക എങ്ങനെയാണ് നമ്മളിതൊക്കെ പഠിക്കുക, ഇതൊക്കെ പാടെ കൂടി മാഷ് കുറേ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, കുറേ മലയാളത്തിൽ പറയുന്നുണ്ട്. അതിനുള്ള ഏക മാർഗം ലിസൺ ആൻഡ് ഒബ്സർവ്. വീഡിയോ കാണുക, അത് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും കാണുക, വീണ്ടും ഒബ്സർവ് ചെയ്യുക, വീണ്ടും കാണുക, വീണ്ടും ഒബ്സർവ് ചെയ്യുക. പുസ്തകം എടുക്കുക, വായിക്കുക. ഈ വായിക്കുന്ന സമയത്ത് വീഡിയോയിൽ വായിക്കുമ്പോൾ ആ വായിക്കുന്ന സമയത്ത് നിങ്ങളും പുസ്തകം എടുത്ത് വായിക്കുക. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ പിന്നെ അതൊന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടുന്നില്ലല്ലോ, കിട്ടൂല.
വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓവർ ലേണിംഗ് നടത്തിയാലേ കിട്ടുള്ളൂ. ഗുണദോഷം നമ്മളെങ്ങനെ പഠിച്ചെടുത്ത്? നമ്മളപ്പോൾ പഠനം വായന എന്നുള്ളതിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. So we start our lesson written by Sudha Murthy, a famous writer, a famous Kannada writer. She writes in Kannada as well as in English. This is a story taken from the collection of her stories, and its name is How I Taught My Grandmother to Read. It's a memoir. That is an experience, that is her personal experience. ഇനി ഞാൻ ഈ പാഠഭാഗം വായിക്കാൻ പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പാഠഭാഗം ഞാൻ വായിക്കുന്നതിനോടൊപ്പം വായിക്കുക. When I was a girl about 12, I used to stay in a village in North Karnataka with my grandparents. Those days, the transport system was not very good. So, we used to get the morning paper only in the afternoon. The weekly magazine used to come one day late. All of us would wait eagerly for the bus, which used to come with the papers, weekly magazines and the post. ഒരു ഗ്രാമീണ മുൻകാലങ്ങളിലെ ട്രാൻസ്പോർട്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ ഇല്ലാതെ വളരെ കാലം മുന്നത്തെ ഒരു കർണാടക ഗ്രാമത്തിലാണ് നമ്മുടെ കഥാകാരി ജനിച്ചു വളർന്നത്. ഒരു 12 വയസ്സായപ്പം നോർത്ത് കർണാടകയിലെ കൊടക ഭാഗത്തുള്ള നോർത്ത് കർണാടകയിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പം താമസിച്ചു വരും. വെൻ ഐ വാസ് എ ഗേൾ ഓഫ് അബൌട്ട് 12, 12 വയസ്സായപ്പം ഐ യൂസ് ടു സ്റ്റേ ഇൻ എ വില്ലേജ് ഇൻ നോർത്ത് കർണാടക വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. മുത്തശ്ശൻ്റെ ഒപ്പം താമസിക്കുക. ദോസ് ഡേയ്സ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം വാസ് നോട്ട് വെരി ഗുഡ്. ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ കുറവാണ്. അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബസ്സുകൾ വരവ് കുറവാണ്. ദിവസത്തിലൊരു ബസ് ഉണ്ടായാലായി. അത്രയൊക്കെയാണ് അന്ന് യാത്രാ സൗകര്യങ്ങളുള്ളൂ. സോ വി യൂസ് ടു ഗെറ്റ് ദ മോർണിംഗ് പേപ്പർ ഓൺലി ഇൻ ദ ആഫ്റ്റർനൂൺ. രാവിലെ കിട്ടേണ്ട പേപ്പർ ആ വണ്ടി അതൊക്കെ ഏച്ച് വലിച്ച് സിറ്റിയിൽ നിന്ന് അതൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് വണ്ടി എത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവും. ഗവിയിൽ വണ്ടി പോകണ മാതിരിയാണ്. അപ്പോൾ അവിടേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ വണ്ടി അവിടെ എത്തും. അപ്പോഴേ പേപ്പർ കിട്ടുള്ളൂ രാവിലെ. ദ വീക്ക്ലി മാഗസിൻ യൂസ് ടു കം വൺ ഡേ ലേറ്റ്. എല്ലാ ഞായറാഴ്ചയും കിട്ടേണ്ട മാഗസിൻ, വീക്ക്ലി മാഗസിൻസൊക്കെ എപ്പോഴാണ് കിട്ടുക? വീക്ക്ലീസൊക്കെ കിട്ടുക പിറ്റേ ദിവസം തിങ്കളാഴ്ച കിട്ടുള്ളൂ. All of us would wait eagerly for the bus. ആ ബസ്സിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും, ബസ് വരുന്നതിന് വേണ്ടി. ആ ബസ്സിലാണ് എന്തൊക്കെ ഉണ്ടാവുക? പേപ്പർ ഉണ്ടാവും, വീക്കിലികൾ ഉണ്ടാവും, പോസ്റ്റുകൾ, തപാൽ ഉരുപ്പടികളും ഉണ്ടാവുക അതിലായിരിക്കും. നെക്സ്റ്റ് പാര. At that time, Triveni was a very popular writer in the Karnataka language. She was a wonderful writer. Her style was easy to read and very convincing. Her stories usually dealt with complex psychological problems in the lives of ordinary people and were always very interesting. Unfortunately, for Kannada literature, she died very young. Even now, after 40 years, people continue to appreciate her novels. ആ സമയത്ത് കന്നഡയിൽ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അവളുടെ പേര് ത്രിവേണി എന്നായിരുന്നു. ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ കർണാടക ലാംഗ്വേജ്. ഷീ വാസ് എ വണ്ടർഫുൾ റൈറ്റർ. She was a wonderful writer. I had a wonderful dinner. He is a wonderful man എന്നൊക്കെ അതിൽ പറയാം. Her style was easy to read and very convincing. അവളുടെ എഴുത്തിൻ്റെ രീതി വളരെ ഈസി, വളരെ ലളിതവും എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്നതുമായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ മംഗളം വായിക്കുക. മംഗളം വായിക്കുന്നതോടൊപ്പം തന്നെ എടുത്തിട്ട് മാതൃഭൂമി വീക്കിലി വായിക്കുക. മാതൃഭൂമി വീക്കിലിയിലെ ഭാഷയും മംഗളം അല്ലെങ്കിൽ മനോരമ തുടങ്ങിയ മാഗസിനിൽ വീക്കിലികളിലൊക്കെയുള്ള ഭാഷയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വളരെ ലളിതമായ ഭാഷകളാണ് ഈ മംഗളത്തിൽ മനോരമയിലൊക്കെ ഉപയോഗിക്കുക. നേരെ കുറച്ച് മാതൃഭൂമിയിൽ കുറച്ചും കൂടെ ഗഹനമായ ഭാഷയാണ് ഉപയോഗിക്കുക.
ഈ ത്രിവേണി എന്ന് പറഞ്ഞ റൈറ്റർ എഴുതുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ സ്നേഹസ്പർശിയായ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു. A story is usually dealt with the complex psychological problems in the lives of ordinary people and were always interesting. വീടുകളിൽ നടക്കുന്ന സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾ, ആ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കഥകളായിരിക്കും ഇവൾ എഴുതുന്നത്, കവിയുടെ ഈ എഴുത്തുകാരി എഴുതുന്നത്. കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലം, സങ്കീർണമായ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ വീടുകളിലുണ്ടാവും. അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, ഏട്ടൻ, ഏടത്തി, അമ്മ ഇവർ തമ്മിലുള്ള മാനസിക പ്രശ്നങ്ങൾ, അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥ, താഴ്ന്നു നിൽക്കുന്ന അവസ്ഥ, ജോലി ചെയ്യുമ്പോൾ ഇവരോടുള്ള പെരുമാറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ വ്യവഹാരത്തിൽ ഒരുപാട് സങ്കീർണതകളുണ്ടാവും. ആ സങ്കീർണതകളെക്കുറിച്ച് എഴുതുന്നതും വലിയ രസമാണ്. അതൊരു അച്ഛൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഏട്ടത്തിയമ്മയുടെ സ്വഭാവം, അല്ലെങ്കിൽ ചില അമ്മമാർ വീട്ടിൽ രാവിലെ അങ്ങ് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക. അപ്പോൾ അവർക്ക് കുട്ടികളോടുള്ള ആഭിമുഖ്യം, ഇങ്ങനെ ഒരുപാട് മാനസികമായ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ എല്ലാവർക്കും വായിക്കാനും രസകരമായിരിക്കും. കുടുംബ കഥകളായിരുന്നു എഴുതിയത്. അൺഫോർച്ചുനേറ്റ്ലി ഫോർ കന്നഡ ലിറ്ററേച്ചർ ഷീ ഡൈഡ് വെരി യങ്. നമ്മുടെ ഈ ത്രിവേണി എന്ന കഥാകാരി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അത് കന്നഡ ഭാഷയ്ക്ക് തന്നെ ഒരു നഷ്ടമാണ് എന്നാണ് നമ്മുടെ എഴുത്തുകാരി പറയുന്നത്. Even now, after 40 years, people continue to appreciate her novels. ഇപ്പോഴും അവളുടെ ഈ നമ്മുടെ ത്രിവേണി എന്ന് പറഞ്ഞ എഴുത്തുകാരിയുടെ കഥകൾ, കന്നഡയിലുള്ള കഥകൾ ആൾക്കാർ വായിക്കാറുണ്ട്. One of her novels called കാശി യാത്ര was appearing as a serial in the Kannada weekly Karmavira then. It is the story of an old lady and her ardent desire to go to Kashi or Varanasi. Most Hindus believe that going to Kashi and worshipping Lord Vishweshwara is the ultimate punya. This old lady also believed in this, and her struggle to go there was described in the novel. In the story, there was also a young orphan girl who falls in love, but there was no money for wedding. In the end, the old lady gives away all her savings without going to Kashi. She says the happiness of this orphan girl is more important than worshipping Lord Vishweshwara at Kashi. അപ്പോൾ ഇതിൽ വരുന്നൊരു കഥ, കർമ്മവീര എന്നുള്ള വീക്കിലിയിൽ കാശി യാത്ര, കർമ്മവീര എന്ന് പറഞ്ഞൊരു മാഗസീനിൽ, ഒരു വീക്കിലിയിൽ, ഒരു ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്ന ഒരു കഥയാണ് കാശിയാത്ര. കാശിയാത്ര എല്ലാ ഹിന്ദുക്കൾക്കും ഒരു പുണ്യ തീർത്ഥയാത്രയാണ്. കാശിയിലെത്തുക എന്നുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എയിമാണ്, ഒരു സ്പിരിച്വലായിട്ടുള്ള എയിമാണ്. മുസ്ലിങ്ങൾ മക്കയിൽ പോവുക, ഹജ്ജ് ചെയ്യുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് എയിമായതുപോലെ ഇതും ഹിന്ദുക്കൾക്കൊരു അൾട്ടിമേറ്റ് എയിമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ജന്മസാഫല്യം എന്നുള്ളത് മക്കയിലേക്കെത്തി ഹാജരാവുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഈ തരത്തിലുള്ള മതത്തിൻ്റെ ഈ ചിട്ടവട്ടത്തിൽ, കടുത്ത ചിട്ടവട്ടങ്ങളെ പാലിച്ചുകൊണ്ട് മാത്രമേ ഇയാൾ അവിടേക്ക് യാത്ര ചെയ്യൂ. അങ്ങനെ ഇയാൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അങ്ങനെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കൂട്ടി വെച്ച പണം തികയാതെ വന്ന അയാളുടെ യാത്ര മുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുപോലെ ഇവിടെയും ഈ കാശിയാത്ര എന്ന് പറഞ്ഞ കഥ പറയുന്നത്, കഥയിലുള്ളത്, കാശിക്ക് പോകുന്നതിന് വേണ്ടി ഒരു മുത്തശ്ശി കുറേ പണം ഉള്ളതൊക്കെ പിശുക്കി ഒരുക്കൂട്ടി വെച്ചു. അങ്ങനെ ഒരുക്കൂട്ടി വെച്ച് കാശിയിൽ പോയി കാശിനാഥനെ, ശിവനെ, വിശ്വേശ്വരയ്യനെ കാണുക എന്നുള്ളതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം, അവസാനമായിട്ടുള്ള. അതായത് അതാണ് ഏറ്റവും തീവ്രമായ ജീവിതത്തിലെ ആഗ്രഹം. പക്ഷെ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം, ഷീ ഫെൽ ഇൻ ലവ് വിത്ത് സം വൺ,
ഒരാളുമായിട്ട് ഈ കുട്ടി സ്നേഹത്തിലായി, പക്ഷെ കല്യാണം നടത്തുന്നതിനുള്ള പണമില്ല. പണമില്ലാത്തപ്പോൾ കാശിക്ക് പോകാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ച പണം ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ചിലവാക്കുക. അപ്പം മനുഷ്യൻ്റെ ഫൈനസ്റ്റായിട്ടുള്ള, ഏറ്റവും ലോലമായ, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫീലിങ്ങുകളെക്കുറിച്ചുള്ള കഥകളായതുകൊണ്ടാണ് ജനങ്ങളിത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ അമ്മയുടെ വിശ്വാസം കാശിനാഥനെ കാണുന്നതിനേക്കാളും പുണ്യം ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കഥയിൽ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ക്രക്സ് ഈ പാരഗ്രാഫിൻ്റെ. ആ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി വായിക്കും, ഇനി ഓരോ സെൻറ്റൻസിൻ്റെയും കൃത്യമായിട്ട് പറയാം. One of her novels called thulyatha was appearing as a serial in the Kannada weekly കർമ്മവീര. ആ കാലത്ത് കർമ്മവീര എന്ന കന്നഡ വീക്കിലിയിൽ കാശി യാത്ര എന്നുള്ള ഈ സീരിയലായിട്ട് നോവൽ വന്നിരുന്നു. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എൻ ഓൾഡ് ലേഡി ആൻഡ് ഹർ ardent desire to go to കാശി ഓർ വാരണാസി. അതൊരു വയസ്സായ അമ്മയുടെ കാശിയിലേക്ക് പോകാനുള്ള അത്യധികമായ ആവേശകരമായ അത്യധികമായ ആഗ്രഹത്തിനെ കുറിച്ചുള്ള ഒരു കഥയായി. മോസ്റ്റ് ഹിന്ദുസ് ബിലീവ്സ് ദാറ്റ് ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ. കാശിയിലെത്തി വിശ്വേശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമായി ഹിന്ദുക്കൾ കരുതുന്നുണ്ട്, അധികം ഹിന്ദുക്കൾ. This old lady also believed in this, and her struggle to go there was described in this novel. അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ ട്രബിള്, ആ സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടതകൾ, പൈസ എങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നു, അതാവിൻ്റെ മകൻ അബൂവിൽ നോക്കാൻ നിൽക്ക്, അവസാനം ആ പ്ലാവ് വെക്കുന്നു, പശു ഇഷ്ടപ്പെട്ട് വളർത്തിയ പശുവിനെ വെക്കുന്നു, പുസ്തകങ്ങളുമായി ഓടി നടന്ന ആ പുസ്തകങ്ങളുടെ കിട്ടുന്ന പൈസ 10 രൂപ ആ പെട്ടിയിലിട്ടിട്ടിട്ടിട്ട് നിറച്ച് അത് പൊട്ടിക്കുന്നു. അങ്ങനെ അവസാനം ഈ പ്ലാവ് പോടാണെന്ന് അറിഞ്ഞപ്പോൾ വേണ്ട എന്ന് ധാരാളം ആൾക്കാർ അബുവിനെ സഹായിക്കാൻ വരുന്നുണ്ട്. അത് പറ്റില്ല, സ്ട്രിക്റ്റായ നിയമമുണ്ട്, അത് ശരിക്കുള്ള യാത്രയാവണമെങ്കിൽ ഈ നിയമങ്ങൾ പാലിച്ച് ഞാൻ പോകും എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് അയാൾ നിൽക്കുന്നത്. അതേമാതിരി ഈ സ്ത്രീ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഇൻ ദ സ്റ്റോറി ദർ വാസ് ഓൾസോ എ യങ് ഓർഫൻ ഗേൾ, അനാഥയായൊരു പെൺകുട്ടിയുണ്ട്, who falls in love but there was no money for wedding. There was an orphan girl in this story, in this novel. She fell in love with someone but there is no money for wedding. കല്യാണത്തിന് പൈസ ഇല്ല. In the end the old lady gives a whole verse സേവിങ്സ് വിതൗട്ട് ഗോയിങ് ടു കാശി. കാശിയിലേക്ക് പോവാതെ എല്ലാ സമ്പാദ്യം ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ചിലവാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി. ആ അനാഥയായ പെൺകുട്ടിയുടെ സന്തോഷം കാശിയിൽ പോയി വിശ്വേശ്വരനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പുണ്യം എനിക്ക് നൽകി തരും എന്ന് ആ വിശാല മനസ്കയായ ആ ഓൾഡ് ലേഡി വിചാരിക്കുകയാണ്. മൈ ഗ്രാൻഡ് മദർ, ഇനി കം ടു ദി, അതാണ് ആ നോവൽ. അപ്പം ഈ ഗ്രാൻഡ് മദർ, ഈ സുധാ നമ്മളെ കഥാകാരിയുടെ ഗ്രാൻഡ് മദർ, മൈ ഗ്രാൻഡ് മദർ ക്രിസ്റ്റക്ക എന്നാണ് അവരുടെ പേര്. നെവർ വെൻറ്റ് ടു സ്കൂളിൽ പോയിട്ടില്ല. സോ ഷീ കുഡ് നോട്ട് റീഡ്. അത് വലിയ അത്ഭുതമൊന്നുമില്ല. ആ കാലത്തിലുള്ള സ്ത്രീകളാരും തന്നെ സ്കൂളിൽ പോകുന്നത് വളരെ അപൂർവമായിരിക്കും. എവറി വെഡ്നസ്ഡേ ദ മാഗസിൻ വുഡ് കം ആൻഡ് ഐ വുഡ് റീഡ് ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ദി സ്റ്റോറി ടു ഹർ. എല്ലാ ആഴ്ചയിൽ വന്നാലും അതിൻ്റെ കഥ ഞാനാണ് ഈ മുത്തശ്ശിക്ക് വായിച്ചു കൊടുക്കുക. ഡ്യൂറിങ് ദാറ്റ് ടൈം ഷീ വുഡ് ഫോർഗെറ്റ് ഓൾ ഹർ വർക്ക് ആൻഡ് ലിസൺ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ. ഇതൊക്കെ നമ്മളെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടാവും. നമ്മളെ വീട്ടിൽ എഴുതാനും വായിക്കാനും അറിയാത്ത, ആദ്യകാലങ്ങളിൽ എഴുതാനും വായിക്കാനും അറിയാത്ത അമ്മമാർക്ക് കൊച്ചുമക്കൾ മംഗളത്തിലെയും മനോരമയിലെയും കഥകൾ, മുട്ടത്തുവർക്കിയുടെയും കാനമീജയുടെയും ജോജി വാഗമറ്റത്തിൻ്റെയൊക്കെ കഥകൾ നമ്മൾ വായിച്ചു കൊടുത്ത് അടുത്ത കഥ എന്താ വരുന്നത്, അടുത്ത സ്റ്റോറി എന്താ വരുന്നത് നോക്കിയിട്ട്, അടുത്ത എപ്പിസോഡ് എന്താ നോക്കിയിട്ട്, അതിൻ്റെ ഗുണത്തെയും ദോഷത്തെ പറ്റിയൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല.
പക്ഷെ വായനയെ സംബന്ധിച്ചിടത്തോളം വായിക്കാനുള്ള തുടക്കം എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് വരുന്നത് എന്താ, ഇപ്പോൾ പിന്നെ സീരിയലായതുകൊണ്ട് കാണുകയായതുകൊണ്ട് ഇപ്പോൾ ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല. പണ്ട് ടി വി ഇല്ലാത്ത കാലത്ത് ഈ കഥൽ അയാൾ കത്തിയെടുത്തു എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്നുള്ള പിന്നത്തെ എപ്പിസോഡിലേ കാണുള്ളൂ. അപ്പോൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി അടുത്ത ലക്കത്തിലേക്ക് വായനക്കാരെ ആകർഷിക്കുന്ന ഒരു തന്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ നാടൻ സീരിയലുകൾ, ഇവിടെയുള്ള സീരിയലുകൾ, അന്തി സീരിയലുകളിൽ കാണുന്ന പോലെ. അപ്പോൾ ഈ പെൺകുട്ടീനെ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് നീ വീക്കിൽ വന്നാൽ പിന്നെ അമ്മയ്ക്ക് മുത്തശ്ശിക്ക് ഇരിക്കപ്പുറത്തില്ലാതെ വായിച്ച് കേൾക്കണം. ഇത് ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ. ലേറ്റർ ഷീ കുഡ് റിപ്പീറ്റ് ദ എൻറ്റയർ ടെസ്റ്റ് ബൈ ഹാർട്ട്. അത് കഴിഞ്ഞാൽ വായിച്ച മുഴുവൻ ബൈ ഹാർട്ടാക്കും ചെയ്യും. അത് നമ്മളാണ് കഥ പറഞ്ഞു കൊടുത്താൽ ആ കഥ അതേമാതിരി തിരിച്ചു പറയാനുള്ള കഴിവും ഈ അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് ബുദ്ധിയില്ലായിട്ടല്ല, അക്ഷരങ്ങൾ പഠിക്കാത്തത് കൊണ്ട് വായിക്കാൻ പറ്റാത്തതാണ് മുത്തശ്ശിക്ക്. മുത്തശ്ശിക്ക് കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ബൈ ഹാർട്ടായിട്ട് പറയാൻ സാധിക്കും. ലേറ്റർ മൈ ഗ്രാൻഡ് മദർ ടു നെവർ വെൻറ്റ് ടു കാശി. മൈ ഗ്രാൻഡ് മദർ ടു നെവർ വെൻറ്റ് ടു കാശി ആൻഡ് ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ നോവൽസ് പ്രൊട്ടഗോണിസ്റ്റ്. മുത്തശ്ശി ഒരിക്കലും കാശി പോയിട്ടില്ല. പക്ഷെ മുത്തശ്ശി ഈ കഥാപാത്രത്തിലെ ഈ പിന്നെ കാശിയാത്ര എന്ന് പറഞ്ഞ ഈ നോവലിലെ പ്രധാന കഥാപാത്രം പ്രോട്ടഗോണിസ്റ്റ് എന്നുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടഗോണിസ്റ്റ്, കഥാനായിക. ഈ കഥാപാത്രത്തിൽ, ഈ നാടകത്തിൽ, ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാനായിക കാശിയാത്രയിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സ്വയം ഈ പിന്നെ അമ്മ, ഈ മുത്തശ്ശി അവളായി മാറി. കാരണം ഇതിങ്ങനെ കേട്ടിട്ട് അത് സ്വയം അത്രയങ്ങ് ലയിച്ച് ആ നായിക അതിലുള്ള ആ കാശിയാത്രയ്ക്ക് പുറപ്പെടുന്ന കഥാപാത്രമായി മാറി. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ നോവൽ, നല്ല ഇഷ്ടപ്പെട്ട നോവലുകളൊക്കെ നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് പൊളിയായിട്ട് മീശ കണ്ട് പിരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു കുറച്ചൊരു ഉശിരി പെട്ടെന്ന് കൂടും. നല്ലൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ദേവാസുര കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ നമ്മൾ അതിലാണ് ലയിച്ചിട്ട് കഥാപാത്രത്തിൻ്റെ ഒപ്പടായി നമ്മളൊരു മോഹൻലാലായി. ആ രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മളിത് ഇഷ്ടപ്പെട്ട നോവലുകളൊക്കെ വായിച്ചാലും നമുക്കങ്ങനെ സംഘടിക്കും. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളും രവിയായി മാറും. നമ്മൾ നാലുകെട്ട് വായിക്കുമ്പോൾ നമ്മൾ MT വാസുദേവൻ നായർ നാലുകെട്ട് കുറേ വായിച്ച് കഴിയുമ്പോൾ നമ്മളതിൽ അപ്പുണ്യായിട്ട് മാറും. ഒരു ദേശത്തിൻ്റെ കഥ മുൻ എപ്പിസോഡുകൾ പറഞ്ഞ് ഒരു ദേശത്തിൻ്റെ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ ശ്രീധരനായിട്ട് മാറും. നമ്മളതിലെ കഥാപാത്രങ്ങളായി നമ്മളതിലെ കഥാപാത്രങ്ങളുടെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറും. അപ്പോഴാണ് നമ്മൾ നോവലിൻ്റെ പരിപൂർണമായ ആസ്വാദനത്തിലേക്ക് എത്തുക. അതുപോലെ ഈ കാശിയാത്രയിലെ ഈ പ്രധാനപ്പെട്ട നായികയുടെ സ്വഭാവം അല്ലെങ്കിൽ നായികയായി സ്വയം ചിന്തിക്കാൻ തുടങ്ങി മുത്തശ്ശി. ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ നോവൽസ് പ്രൊട്ടഗോണിസ്റ്റ്. സോ മോർ ദാൻ എനിബഡി എൽസ് she was the one most interested in knowing what happened in the next story and used to insist that I read the serial out there. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ താല്പര്യം മുത്തശ്ശിക്ക് അടുത്ത എപ്പിസോഡിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. കാരണം ഈ മുത്തശ്ശി നായികയായി താതാത്മ്യം പ്രാപിച്ചു. നായിക തന്നെയായി. നമ്മളിപ്പം അത്ര സിനിമ കാണുമ്പോൾ നമ്മളാവുന്ന പോലെ മുത്തശ്ശി നായികയായി. അപ്പോൾ ഏറ്റവും അടുത്തത് എന്താ വരേണ്ടതെന്നുള്ളതിന് അത്ര ഇൻട്രസ്റ്റാണ് മുത്തശ്ശി. ആഫ്റ്റർ ഹിയറിംഗ് വാട്ട് ഹാപ്പൻഡ് next in Kashiyatra, she would join her friends at the temple courtyard, where the children would also gather to play hide and seek. She would discuss the latest episode with her friends. At that time, I never understood why there was so much of debate about the story. അന്ന് ഇയാൾ ഇത് വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശി ഇറങ്ങിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്താണ് കാശിയാത്രയിലെ ഈ എപ്പിസോഡിൽ ഈ ലക്കത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ ആ പടിയിൽ എങ്ങനെ അമ്പലത്തിൻ്റെ ആ അമ്പലമുറ്റത്ത് ആൽത്തറയിലും അല്ലെങ്കിൽ ആ മതിൽക്കെട്ടിലൊക്കെ ഇരുന്ന് എല്ലാവരോടും കൂടി ഇരുന്നത് ചർച്ച ചെയ്യും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യായിരിക്കും, വേർ വി ചിൽഡ്രൻ വുഡ് ഓൾസോ ഗ്യാദർ, നമ്മളവിടെ കൂടി ചേരും. കുട്ടികളും പോകും. എന്തിന്? ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ കളി. ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുകളി എന്ന് പറയും. ഒരാളിങ്ങനെ 1 2 3 4 എണ്ണ, അത് കഴിഞ്ഞ് ആരെങ്കിലും പോയി ഒളിക്കുക, എന്നിട്ട് ആ ഒളിക്കണവനെ പോയി കാണുക. പണ്ടത്തെ കളിയാണ്. ഇന്നത്തെ PUBG കളി പോലെയല്ല. അന്ന് എല്ലാവരും കൂട്ടമായി കുട്ടികളെല്ലാവരും അവിടെ കൂടി ഒരു കോർട്ട്യാർഡിലോ അല്ലെങ്കിൽ നമ്മൾ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ വന്ന് നിന്ന്
ഒരാൾ പോയി എണ്ണി പിന്നെ ആ 10 എണ്ണിയവനാണ് 1 2 3 4 അങ്ങനെ 10 എന്തോ വരുന്നതിനെ എണ്ണാനാക്കി എല്ലാവരും പോയി ഓരോ സ്ഥലത്ത് ഒളിക്കും. മരത്തിൻ്റെ മണ്ണിലോ മടയിലോ ഒഴിയിലൊക്കെ ഒളിക്കും. എന്നിട്ട് ഇയാളിങ്ങനെ തിരഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മളവനെ വെട്ടിച്ച് ഇവിടെ വന്ന് സാറ്റ് നടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും ചെയ്യും. അപ്പോൾ കുട്ടികൾ ആ കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള കളി ഇപ്പം പൊതുവെ കാണാറില്ല. ഷീ വുഡ് ഡിസ്കസ് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. എന്നിട്ട് ആ പുതിയ ലക്കത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ ചില സീരിയലിൽ കണ്ടില്ലേ, സീരിയലിൽ ഈ ലക്കം നമ്മൾ കാണാൻ പോയാൽ എന്താണ് ആ സീരിയലിൽ കാണാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ സീരിയലിൽ കാണാനുള്ളത്. സീരിയൽ കാണും പെണ്ണും കാണുമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ലിംഗഭേദം അല്ലെങ്കിൽ ലിംഗ ഇതില്ലാത്തതുകൊണ്ട് പെൺകുട്ടികൾ മാത്രമാണ് സീരിയൽ കാണുക എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. അപ്പോൾ പെണ്ണുങ്ങൾ കാണുന്നവർ ആണുങ്ങൾ കാണുന്ന അടുത്തെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ വിവരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുന്നത് എന്താ ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ എത്ര ചർച്ച ചെയ്യാനുള്ളത്. ഐ നെവർ അണ്ടർസ്റ്റുഡ് വൈ ദേ വർ സോ മച്ച് ഡിബേറ്റ് അബൌട്ട് സ്റ്റോറി. ഒരു കഥേനെക്കുറിച്ച് എന്നിട്ട് ആ ലേറ്റസ്റ്റ് ഈ കഥേനെക്കുറിച്ച് ഇങ്ങനെ ഇതാക്കാൻ എന്താണ് തങ്കച്ചൻ പിന്നെ ലീലാമ്മയെ ഒഴിവാക്കിയത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യണേ എന്താണ് എന്നുള്ളത് ഈ കുട്ടി ആലോചിക്കാറുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഥയിൽ അവരത്ര പരിപൂർണമായി ലയിച്ചു പോയി. ഒരു പാരഗ്രാഫോടുകൂടി നമ്മൾ ഈ ക്ലാസ് നിർത്താം. Once I went for a wedding with my cousins to the neighboring village. In those days, a wedding was a great event. We children enjoyed ourselves thoroughly. We would eat and play endlessly, savoring the freedom because all the elders were busy. I went for a couple of days but ended up staying there for a week. ഇവിടെയാണ് ഈ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അടുത്ത വില്ലേജിലേക്ക് ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടി അടുത്ത വില്ലേജിലേക്ക് നമ്മളുടെ കഥാകാരി പോവുകയാണ്, കുഞ്ഞായ കഥാകാരി. വൺസ് ഐ വെൻറ്റ് ഫോർ എ വെഡ്ഡിങ് വിത്ത് മൈ കസിൻ ടു ദി നൈബറിങ് വില്ലേജ്. ഇൻ ദോസ് ഡേയ്സ് എ വെഡ്ഡിങ് വാസ് എ ഗ്രേറ്റ് ഇവൻറ്റ്. അന്നത്തെ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നല്ല, ഇന്നത്തെ പോലെ ഇൻസ്റ്റൻറ്റ് കല്യാണം ഒന്നല്ല. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കല്യാണമില്ല. അന്നത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില 2 ദിവസം നിൽക്കുന്നു, ബന്ധുക്കളൊക്കെ തലേ ദിവസം വരുന്നു, അതിനൊരു സദ്യ ഒരുക്കുന്നു, പിന്നെ ദൂരെയുള്ള ബന്ധുക്കൾ അതിന് മുന്നേ വരുന്നു. അങ്ങനെയൊക്കെ ഒരു പുകയാണ്. 2-3 ദിവസം അടിച്ചാൽ പൊളിയാണ് ഇത്. അപ്പോൾ ആ കല്യാണത്തിന് പോയി. വെഡ്ഡിങ് ഒരു ഗ്രേറ്റ് ഇവൻറ്റ്. വി ചിൽഡ്രൻ എൻജോയ്ഡ് അവർ സെൽഫ് തെറോലി. കുട്ടികൾക്ക് തിമർപ്പാണ്. കാരണം എന്താ, അവർക്ക് നിൽക്കാതെ കളിക്കുക. ഈ 2 പണിയുള്ളൂ ആ കല്യാണ കാലത്ത്. കാരണം എല്ലാവരും ബിസി, വിൽ ബി ബിസി ഇൻ പ്രിപ്പയറിങ് ഫുഡ് ആൻഡ് ഓൾ ദാറ്റ്, ഓർ making arrangements for the marriage and all that. All will be busy or seeing friends and relatives and all that. What children do, they go and play endlessly because nobody is there to control them. പഠിക്കാൻ പറയലൊന്നും ഇല്ലെന്ന്, പഠിക്കുക, ഓൺലൈൻ പരീക്ഷ കാണുകയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇനി പഠിക്കാനും പറയാനില്ല. അപ്പോൾ കുട്ടികളങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സേവറിങ് ദ ഫ്രീഡം ബിക്കോസ് ഓൾ എൽഡേഴ്സ് എല്ലാവരും വലിയ തിരക്കിലാവും. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ നല്ലതാണ്. ഐ വെൻറ്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. 2 ദിവസത്തേക്കാണ് പോയത്, പക്ഷെ അവസാനം ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഒരാഴ്ച. വെൻറ്റ് ഫോർ എ ഡേ, കപ്പിൾ ഓഫ് ഡേ, ബട്ട് എൻഡഡ് അപ്പ് സ്റ്റേയിങ് ഫോർ എ വീക്ക്. വെൻ ഐ കെയിം ബാക്ക് ടു മൈ വില്ലേജ്, ഐ സോ മൈ ഗ്രാൻഡ് മദർ ഇൻ ടീയേഴ്സ്. ഐ വാസ് സർപ്രൈസ്ഡ്, ഫോർ ഐ ഹാഡ് നെവർ സീൻ ഹെർ ക്രൈ even in the most difficult situation. What had happened? I was worried. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു സംഭവം. വെൻ ഐ കെയിം ടു ദ വില്ലേജ്, ഞാൻ എൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മുത്തശ്ശി കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. എനിക്ക് അത്ഭുതമായി. ഇതൊരിക്കലും സംഭവിക്കാത്തതാണ്. കാരണം ഐ ഹാഡ് നെവർ സീൻ ഹെർ ക്രൈ ഈവൻ ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടിയ അവസരങ്ങളിലും ഒരിക്കൽ പോലും കണ്ണിൽ ഈറനടിയാത്ത ധീരയായ മുത്തശ്ശി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. വാട്ട് ഹാഡ് ഹാപ്പൻഡ്? എന്തപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? വാട്ട് ഹാഡ് ഹാപ്പൻഡ്? വാട്ട് ഹാഡ് ഹാപ്പൻഡ്? When I am repeating these sort of words, this will be useful for you to speak in English. What had happened? എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? I was worried. എനിക്ക് ഇതായിപ്പോയി, വെറിയായിപ്പോയി. എന്താ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ എന്താ കാര്യം മനസ്സിലാവായിട്ടുള്ള ഇടങ്ങാറായിപ്പോയി. അപ്പോൾ അമ്മയോട് ചോദിച്ചു, മുത്തശ്ശിയോട്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്?
അവ ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ, ആർ യു ഓക്കെ? I used to call her Avva, which means mother in Kannada, spoken in North Kannada. അവ എന്ന് പറയുന്നത് അമ്മയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്, കർണാടകയിൽ പറയുന്ന വാക്ക്. ഓക്കെ, this class ends now. So I repeat again, you read, observe, and again read. You will understand, you can write, you can answer questions easily, you can prepare for the examination well. Okay, thank you.